സ്വാഗതം. ലോകം യുദ്ധങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും സംഘർഷഭരിതമായിരിക്കുന്ന ഈ കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മെ വിട്ടുപോയ ഒരാളുടെ വാക്കുകൾക്ക് എന്തു പ്രസക്തിയാണുള്ളത്? ശരിക്കും അതൊരു വലിയ ചോദ്യമാണ്. അതെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യവും ഇതുതന്നെയാണ്. ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ എഴുതിയൊരു ലേഖനമാണിത്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന ഒരു ചിന്തകനെക്കുറിച്ചാണല്ലേ? അതെ, അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പുനർവായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ലളിതമാണ്. ഈ ലേഖനത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് അവ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും കണ്ടെത്തുക. ശരി. ലേഖനം തുടങ്ങുന്നത് തന്നെ നമുക്ക് സുപരിചിതമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷം, സാമ്പത്തിക ഉപരോധങ്ങൾ, ഒരു ആണവയുദ്ധ ഭീഷണി വരെ. അതെ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലേഖകൻ ഡോക്ടർ ഗ്രിഗോറിയോസിനെ ഓർക്കുന്നത്. ഏറ്റവും ഒരു കൗതുകകരമായ കാര്യം എന്തെന്നാൽ 1996 അന്തരിച്ച ഒരു വ്യക്തിയുടെ ചിന്തകളെ ഒരു ടൈം മെഷീനിലെടുത്തുവെച്ച് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് നേരെ പിടിക്കുന്നതുപോലെയാണ്. അതൊരു നല്ല പ്രയോഗമാണ്. ഇത് അദ്ദേഹത്തെ ഒരു ചരിത്രപുരുഷനായി മാത്രം കാണുന്നില്ല, പകരം ഇന്നത്തെ പ്രതിസന്ധികളെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. കാലഹരണപ്പെട്ടുപോയെന്ന് നമ്മൾ കരുതുന്ന ചില ആശയങ്ങൾക്ക് പുതിയ കാലത്തെ പ്രശ്നങ്ങളെ നിർവചിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ലേഖകൻ വിശദമായി തന്നെ പരിശോധിക്കാം. ശരി. അപ്പോൾ സ്വാഭാവികമായും വരുന്ന ആദ്യത്തെ ചോദ്യം, ആരായിരുന്നു ഈ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്? ലേഖനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചിത്രം നൽകുന്നുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, മെത്രാപ്പോലീത്ത. അതെ, പക്ഷേ അതിലപ്പുറം പലതുമായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, മലയാളം തുടങ്ങി ഒരുപാട് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. അതുതന്നെ. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റായിരുന്ന മിഖായൽ ഗോർബച്ചേവ്, എത്യോപ്യയിലെ അവസാനത്തെ ചക്രവർത്തി ഹേലി സെലാസി, നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ. ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. അവിശ്വസനീയം. ഒരു ഇന്ത്യൻ സഭാ നേതാവിന് ഇത്രയും വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു സാധിച്ചത്? അതൊരു നല്ല ചോദ്യമാണ്. ലേഖനം സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹം കേവലമൊരു ആത്മീയ നേതാവായി ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യവും ലോകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും അദ്ദേഹത്തെ ഒരുതരം സാംസ്കാരിക നയതന്ത്രജ്ഞനാക്കി മാറ്റി. ഓക്കെ. ശീതയുദ്ധം കൊടും പിരികുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ചേരിതിരിഞ്ഞു നിന്ന ലോകത്തെ ഒരുമിപ്പിക്കാൻ മതങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. ലോക സമാധാന സമ്മേളനങ്ങളിലും ഐക്യരാഷ്ട്രസഭയുടെ വേദികളിലുമെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. അപ്പോ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു? തീർച്ചയായും. ചുരുക്കത്തിൽ ലോക സമാധാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാലമായി പ്രവർത്തിക്കാൻ തന്റെ കഴിവും ബന്ധങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് ഏർപ്പെടുത്തിയതിൽ അതിശയമൊന്നുമില്ല. അതെ, ആ അവാർഡിനെ കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ വർഷം ആ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസിനാണ്. ഒരു വിരോധാഭാസം തന്നെയല്ലേ? സമാധാനത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരാളുടെ പേരിലുള്ള അവാർഡ്, രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച മിസൈലുകൾ നിർമ്മിച്ച ഒരാൾക്ക്. ഒറ്റനോട്ടത്തിൽ വിചിത്രമായി തോന്നാം. അതെ. നമുക്ക് ഈ വിഷയത്തിലേക്ക് ചർച്ചയുടെ അവസാനത്തിൽ ഒന്നുകൂടി വരാം. കാരണം അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും. അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇനി നമുക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പ്രവചനം പോലെ ഇന്ന് ശരിയായി വരുന്നു എന്ന് ലേഖനം വാദിക്കുന്നു. ഓക്കേ. അതിൽ ആദ്യത്തേത് സൈനിക ആവശ്യങ്ങൾക്കുള്ള ഭീമമായ പണച്ചെലവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പാണ്. 1976, അതായത് ഏകദേശം 50 വർഷം മുൻപ്, ലോകം ആയുധങ്ങൾക്കായി $400 ബില്യൺ ചെലവഴിക്കുന്നു എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. $400 ബില്യൺ 1976-ൽ? അതെ. അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യരാശിയുടെ അധ്വാനത്തെയും ഭൂമിയുടെ പരിമിതമായ വിഭവങ്ങളെയും പാഴാക്കിക്കളയുന്ന ഭീമമായ പാഴ്ചെലവ്. അന്നത് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത തുകയായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഞെട്ടിക്കുന്ന കാര്യം. അദ്ദേഹം ആശങ്കപ്പെട്ടതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഇന്നത്തെ അവസ്ഥ. ലേഖനത്തിൽ പുതിയ കണക്കുകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ.
സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് SIPRI എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ 2024 കണക്ക് പ്രകാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് $2718 ബില്യൺ കുറിച്ചാണ്. 2718 എന്റെ ദൈവമേ! അതായത് $2.7 ട്രില്യൺ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പറഞ്ഞ 400 ബില്യണിൽ നിന്ന് ഏകദേശം 7 ഇരട്ടി വർധനവ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശീതയുദ്ധത്തിന് ശേഷം ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ലോക സൈനിക ചെലവിലുണ്ടായിട്ടില്ല. അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി, ഇന്ത്യ ഈ 5 രാജ്യങ്ങൾ മാത്രം ഈ ഭീമമായ തുകയുടെ 60% ചെലവഴിക്കുന്നു. ഡോക്ടർ ഗ്രിഗോറിയോസിന്റെ അന്നത്തെ ആശങ്ക ഒരു അലാറം ബെല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു ഓഗ്ലൂഷണ സൈറണാണ്. $2.7 ട്രില്യൺ. ആ സംഖ്യ കേൾക്കുമ്പോൾ എന്താ പറയാ, തലകറങ്ങുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പണം മുഴുവൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനോ അതെ, അതിനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്രയേറെ മാറുമായിരുന്നു. അപ്പോൾ പണം മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. യുദ്ധം ഒഴിവാക്കുക എന്നതിലുപരി സമാധാനമെന്ന വാക്കിന് തന്നെ അദ്ദേഹം പുതിയൊരർത്ഥം നൽകാൻ ശ്രമിച്ചു, അല്ലേ? കറക്റ്റ്. എന്തായിരുന്നു ഈ നീതിയുക്തമായ സമാധാനം, അല്ലെങ്കിൽ ജസ്റ്റ് പീസ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. സാധാരണ രാഷ്ട്രീയ ചർച്ചകളിൽ സമാധാനം എന്നു പറയുമ്പോൾ പലപ്പോഴും അതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. അതെ, നിലവിലുള്ള പ്രശ്നങ്ങളെ ഒരു പരവതാനിക്ക് താഴെ ഒളിപ്പിച്ചുവെക്കുന്ന ഒരു തരം ഒത്തുതീർപ്പ്. ഡോക്ടർ ഗ്രിഗോറിയോസ് വിമർശിച്ചത് ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായ സമാധാനത്തെയാണ്. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ശക്തമായ ഒരു രാജ്യം ദുർബലമായ മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അവിടെ ഒരുപക്ഷെ യുദ്ധമില്ലായിരിക്കാം, പക്ഷെ അവിടെ സമാധാനവുമില്ല. കാരണം അവിടെ അനീതിയുണ്ട്. അതുതന്നെ. അപ്പോൾ നിലവിലുള്ള അനീതികളെയും ചൂഷണങ്ങളെയും അതേപടി നിലനിർത്തുന്ന സമാധാനത്തെ അദ്ദേഹം എതിർത്തു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നീതിയില്ലാത്ത സമാധാനം അടിച്ചമർത്തലിന്റെ മറ്റൊരു രൂപം മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്ന സമാധാനം? അതെ, വ്യവസ്ഥിതിയിൽ മാറ്റം വരുത്തുന്ന, ദുർബലരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്ന, എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു സമാധാനത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇത് കേൾക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന പല സമാധാന ചർച്ചകളെയും നമ്മൾ പുതിയൊരു കണ്ണിലൂടെ നോക്കാൻ നിർബന്ധിതരാകും. പലപ്പോഴും സമാധാന കരാറുകൾ ഒപ്പിടുന്നത് കാണാം, പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ശരിയാണ്. അപ്പോൾ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാത്ത സമാധാനം ഒരു പ്രഹസനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇനി ലേഖനത്തിലെ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇത് എന്നെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ച ഒന്നാണ്. ഏതാണ്? രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ അവരുടെ നയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം. അതെ, അതൊരു ഗംഭീര ഉൾക്കാഴ്ചയാണ്. നമ്മൾ സാധാരണയായി രാഷ്ട്രീയ നയങ്ങളെ സാമ്പത്തിക, സൈനിക അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ തലങ്ങളിൽ നിന്നാണ് വിശകലനം ചെയ്യാറ്. അതെ, തികച്ചും റാഷണലായി. എന്നാൽ അതിനപ്പുറം ഒരു നേതാവിന്റെ വ്യക്തിപരമായ വിശ്വാസങ്ങൾക്ക്, ചിലപ്പോൾ അവരുടെ മതപരമായ കാഴ്ചപ്പാടുകൾക്ക് പോലും ലോകത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം ഉദാഹരണസഹിതം കാണിച്ചു തരുന്നു. ഒരു മിനിറ്റ്, ഇതൊന്ന് നിർത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ലേഖനം ഉദാഹരണമായി പറയുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനെക്കുറിച്ചാണ്. റീഗന്റെ കടുത്ത സോവിയറ്റ് വിരുദ്ധ ആണവ നയങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു മതവിശ്വാസം പ്രവർത്തിച്ചിരുന്നു. അതെ, ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന അർമഗെദ്ദുമുൻ അഥവാ ലോകാവസാന യുദ്ധം സംഭവിക്കുമെന്നതൊരു വിശ്വാസം റീഗനുണ്ടായിരുന്നുവെന്ന്, അമേരിക്കൻ പ്രസിഡന്റിന്റെ വിരൽത്തുമ്പിലിരിക്കുന്ന ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിന് പിന്നിൽ ഇങ്ങനെയൊരു ഘടകം പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഒരു ലേഖനം പറയുന്നത്. അതെ, അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പലർക്കും അവിശ്വസനീയമായി തോന്നാം. ഡോക്ടർ ഗ്രിഗോറിയോസിന്റെ നിരീക്ഷണമനുസരിച്ച് റീഗന്റെ ലോകവീക്ഷണത്തെ റെവറൻഡ് ജെറി ഫാൽവെലിനെപ്പോലുള്ള ഇവാഞ്ചലിക്കൽ നേതാക്കൾ കാര്യമായി സ്വാധീനിച്ചിരുന്നു. ലോകം ഒരു അനിവാര്യമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണെന്നും സോവിയറ്റ് യൂണിയൻ ഒരു തിന്മയുടെ സാമ്രാജ്യമാണെന്നും ഒരു അന്തിമ പോരാട്ടം അനിവാര്യമാണെന്നും. അതെ, ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ നയങ്ങളെ രൂപപ്പെടുത്തി. ഇത് റീഗനെക്കുറിച്ചുള്ളൊരു വിമർശനം എന്നതിലുപരി ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നേതാക്കൾ റോബോട്ടുകളല്ല, മനുഷ്യരാണ്. അവരുടെ ഭയങ്ങളും പ്രതീക്ഷകളും വിശ്വാസങ്ങളും അതെല്ലാം അവരെടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് നയരൂപീകരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ
അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം മാനുഷിക ഘടകങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് ഡോക്ടർ ഗ്രിഗോറിയോസ് പതിറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇത് ചരിത്രത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റുന്നുണ്ട്. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് നയങ്ങളെല്ലാം തികച്ചും യുക്തിസഹമായ കണക്കുകൂട്ടലുകളുടെ ഫലമാണെന്നാണ്. പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനൊരു വൈകാരികവും വിശ്വാസപരവുമായ തലം കൂടി ഉണ്ടെന്നു വരുന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ശരിയാണ്. അദ്ദേഹം ആഗോളകാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്. നമ്മുടെ ഏഷ്യ പസഫിക് മേഖലയെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും. പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സാമ്പത്തികവും സാംസ്കാരികവുമായ ആധിപത്യത്തെ അദ്ദേഹം സംശയത്തോടെയാണ് കണ്ടത്. അപ്പോ ഏഷ്യ പസഫിക് മേഖല ഒരു പുതിയ ശക്തിയായി ഉയർന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ അതിനുള്ള മാർഗമായി അദ്ദേഹം നിർദ്ദേശിച്ചത് പാശ്ചാത്യ മോഡൽ അതേപടി പകർത്തുക എന്നതായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ബഹുരാഷ്ട്ര കുത്തകകൾക്ക് നമ്മുടെ വിപണികൾ തുറന്നുകൊടുത്ത് അവരുടെ കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്നതിനു പകരം സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടുക എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ടുവെച്ചത്. സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടുക, അത് കേൾക്കാൻ നല്ലതാണ്. എന്നാൽ ഇന്നത്തെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ലോകത്ത് ഇത് പ്രായോഗികമാണോ? വളരെ പ്രസക്തമായ ചോദ്യം. ഒരു രാജ്യത്തിന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കാൻ സാധിക്കുമോ? അദ്ദേഹം ഉദ്ദേശിച്ചത് പൂർണ്ണമായ ഒറ്റപ്പെടലായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അമിതമായ ആശ്രിതത്വം ഒഴിവാക്കുക എന്നതിനായിരുന്നു ഊന്നൽ. ഓക്കേ. ഒരു രാജ്യം സാമ്പത്തികമായി മറ്റുള്ളവരെ, പ്രത്യേകിച്ച് വൻശക്തികളെ അമിതമായി ആശ്രയിക്കുമ്പോൾ അതവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും പരമാധികാരത്തെയും സ്വാധീനിക്കും. ഈ അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകിയത്. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. തീർച്ചയായും. കോവിഡ് മഹാമാരി വന്നപ്പോൾ ആഗോള വിതരണ ശൃംഖലകൾ, അതായത് സപ്ലൈ ചെയിനുകൾ തകർന്നത് നമ്മൾ കണ്ടതാണ്. ശരിയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ടാരിഫ് നയങ്ങൾ പോലുള്ളവ വ്യാപാരത്തെ ഒരു ആയുധമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തന്നു. ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് സാമ്പത്തിക സ്വാശ്രയത്വത്തെ ഡോക്ടർ ഗ്രിഗോറിയോസ് കണ്ടത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചേർത്ത് വെച്ചാൽ, സൈനിക ചെലവിലെ ഭീമമായ വർധനവ്, നീതിയില്ലാത്ത സമാധാനത്തിന്റെ പൊള്ളത്തരം, നേതാക്കളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ, അതെ, ലോകനയങ്ങളെ സ്വാധീനിക്കുന്നത്, സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഇന്ത്യൻ സഭാനേതാവ് സംസാരിച്ച ഈ വിഷയങ്ങളെല്ലാം ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന, ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന പ്രതിസന്ധികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഭൂതകാലത്തു നിന്നുള്ള ഒരു കണ്ണാടി പോലെയാണ്. അത് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ വർത്തമാനകാലത്തെയാണ്. കൃത്യമായി പറഞ്ഞു. നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന പ്രധാന ഉൾക്കാഴ്ച എന്തെന്നാൽ, സങ്കീർണമായ ലോകത്തെ മനസ്സിലാക്കാൻ നിലവിലുള്ള ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്നുള്ള കാഴ്ചപ്പാടുകൾ എത്രത്തോളം പ്രധാനമാണ് എന്നതാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങൾക്കപ്പുറം. അതെ. പലപ്പോഴും നമ്മൾ സാമ്പത്തിക വിദഗ്ധരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും സൈനിക തന്ത്രജ്ഞരുടെയും വാക്കുകൾക്ക് മാത്രം ചെവി കൊടുക്കുന്നു. എന്നാൽ ഡോക്ടർ ഗ്രിഗോറിയോസിനെ പോലുള്ളവരുടെ ചിന്തകൾ ആത്മീയവും മാനുഷികവുമായൊരു തലം കൂടി ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. അത് പ്രശ്നങ്ങളെ പുതിയ രീതിയിൽ സമീപിക്കാൻ സഹായിക്കും. തീർച്ചയായും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും, ചിലപ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നുപോലും ജ്ഞാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തന്നുകൊണ്ട് നിർത്താം. ഓക്കെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ വിരോധാഭാസത്തിലേക്ക് തിരികെ വരാം. അടവ് നിരായുധീകരണത്തിനും ലോകസമാധാനത്തിനുമായി ശക്തമായി വാദിച്ച ഒരു വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത ഡോക്ടർ ടെസ്സി തോമസിന് നൽകുന്നു. അതെ. പ്രത്യക്ഷത്തിൽ വിപരീതങ്ങളെന്ന് തോന്നാവുന്ന ഈ രണ്ടാശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കുക? 21ാം നൂറ്റാണ്ടിലെ സമാധാനം, നീതി, ദേശീയ സുരക്ഷ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് ഈ സംഭവം നമ്മോട് എന്താണ് പറയുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഡോക്ടർ ഗ്രിഗോറിയോസ് സ്വപ്നം കണ്ട ആ നീതിയുക്തമായ സമാധാനം സ്ഥാപിക്കാൻ ചിലപ്പോൾ ശക്തി ഒരു മുൻവ്യവസ്ഥയാണോ, അതോ ശക്തിയുടെ പ്രയോഗം എപ്പോഴും സമാധാനത്തിന് വിപരീതമാണോ? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.